വി.ഡി. സതീശന്റെ പ്രൊഫൈൽ തന്നെ പറയുന്നു, എന്റെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത് 5 പേരാണ്. വി.ഡി. സതീശൻ പറയുന്നു എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്നു. രണ്ടാമത് വന്ന് പറയുന്നു ഞാൻ ലഹരി കേസിലെ പ്രതിയെ കണ്ടത് 2023 നവംബർ 10 നവകേരള സദസ്സിന് ശേഷമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ പ്രൊഫൈൽ പറയുന്നു അതിനു മുൻപും കണ്ടിട്ടുണ്ട്, ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളത്. വീട്ടിൽ പോയപ്പോൾ ക്രൂരമായ മർദ്ദനമേറ്റ് നടക്കാൻ പോലും കഴിയാതിരുന്ന എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ആ അപകടത്തിന്റെയും ആശുപത്രി റിപ്പോർട്ടുകളും പറയുന്നതനുസരിച്ച് ക്രൂരമായ മർദ്ദനമോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാവുന്ന മർദ്ദനമോ ഒന്നും തന്നെ ഈ പറയുന്നയാൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മർദ്ദനം നടന്നതിന് ശേഷം പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളിൽ പലതും ലഭ്യവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുക, എങ്ങനെയാണ് വസ്തുതാവിരുദ്ധമായി സംസാരിക്കാൻ പറ്റുക. ഓരോ തവണ മുഖ്യമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞതിലെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നതിന് മാത്രം ഒരു എപ്പിസോഡ് തുടങ്ങേണ്ട അവസ്ഥയിലാണ്. വി.ഡി. സതീശന്റെ പേരിലുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൈമറി കൺട്രി റീജിയൻ ലൊക്കേഷൻ ഓഫ് പീപ്പിൾ ഹു മാനേജ് ദിസ് പേജ് ഇൻക്ലൂഡ്സ് ഇന്ത്യ. 5 പേർ 5 ഇടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് വി.ഡി. സതീശൻ അല്ലാതെ 5 പേർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് മെറ്റ തന്നെ ഒരു വിവരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പേജ് എടുത്ത് നോക്കിയാൽ കാണാം. പ്രൊഫൈൽ പേജ് പോലും കള്ളം പറയൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും വി.ഡി. സതീശൻ നേരിട്ടിരുന്നതല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതങ്ങ് സമ്മതിച്ചുകൂടെ എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഈ കള്ളം പറഞ്ഞതിലൂടെ വീണ്ടും അപകടത്തിൽ പോയി ചാടി വി.ഡി. സതീശൻ. വി.ഡി. സതീശനെ പറയാമായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവായിരുന്നു, ഒരു മണ്ഡലം കമ്മിറ്റി ഭാരവാഹിയായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു അതിസാമർഥ്യം കാണിച്ചതാണ് ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നു ആ അതിസാമർഥ്യം? MDMA കേസിൽ 1-2 ഗ്രാം അല്ല, 139 ഗ്രാം അല്ലേ MDMA-യുമായി മനസ്സിലാക്കുന്നത്. 500 ഗ്രാം MDMA, മൊത്തം 500 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. 1/2 കിലോ MDMA, ഒരു ഗ്രാമിന് 10,000 വിലമതിക്കുന്ന MDMA-യുടെ 1/2 കിലോ MDMA കേരളത്തിൽ വിതരണം ചെയ്യാൻ വന്നൊരു വലിയ മാഫിയ സംഘത്തിന്റെ തലവനായ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും എനിക്കറിയാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് വി.ഡി. സതീശൻ. എന്നിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്ന ഒരു കാര്യം എപ്പോൾ മുതൽ അറിയാം എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം വളരെ സ്പെസിഫിക്കായി കൺവിൻസിംഗ് സ്റ്റാറായി മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നവകേരള സഭയിൽ കറുപ്പം പീടികയിൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ വന്ന സമയത്ത് അവിടെ പോലീസിന്റെ മർദ്ദനമേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് എനിക്കറിയാവുന്നത് എന്നാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സ് വന്ന ദിവസം 2023 നവംബർ മാസം 10-ാം തീയതിയാണ്. കാരണം നമ്മൾ ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TV. 2023 നവംബർ മാസം 10-ാം തീയതിയായിരുന്നു പെരുമ്പാവൂരിൽ ഈ നവകേരള സദസ്സ് വരികയും അവിടെ വെച്ച് പതിവ് പോലെ കരിങ്കൊടി കാണിക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ 2023 നവംബർ മാസം 10-ാം തീയതിക്ക് ശേഷമായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശൻ ഈ പ്രതിയായ ലഹരി കടത്തിലെ പ്രതിയായ മുഹമ്മദ് ഹുസൈനെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ മുഹമ്മദ് ഹുസൈൻ്റെ പ്രൊഫൈൽ പറയുന്നു അല്ല, ഞങ്ങൾക്ക് അതിന് മുമ്പുള്ള ബന്ധമുണ്ട്. 2021 സെപ്റ്റംബർ മാസം 4-ാം തീയതി, 2022 മറ്റൊരു കാഴ്ച. ഇത് കൂടാതെ ഇതേ 2023 നവകേരള സദസ്സ് വരുന്നതിന് ഒരു മാസം മുമ്പ് ഒക്ടോബർ മാസം 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള വിവിധ ഇടങ്ങളിൽ നിന്നെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ. ഇങ്ങനെ 4 ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ തന്നെയുണ്ട്. 2023 നവംബറിൽ അടികൊള്ളുന്ന ഒരാളെ 2021 അതിന്റെ പേരിൽ വി.ഡി. സതീശൻ കണ്ടിരിക്കുന്നുവെന്നാണോ? അതിന്റെ പേരിൽ വി.ഡി. സതീശൻ 2022 കണ്ടിരിക്കുന്നുവെന്നാണോ? 2023 നവംബർ മാസം 10-ാം തീയതി അടികൊള്ളുന്ന ഒരാളെ നവംബർ മാസം 23-ാം തീയതി ഒക്ടോബർ മാസം 31-ാം തീയതി കണ്ടത് എന്തിനാണ് വി.ഡി. സതീശൻ? അപ്പോൾ ആ വാദം പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കൺവിൻസിംഗ് സ്റ്റാർ ആവാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വി.ഡി. സതീശന് സംഭവിച്ച പരാജയം എന്ന് പറയുന്നത്. മോദി സർക്കാർ നിർമ്മിച്ച ചട്ടം ഉപയോഗിച്ച് വി.ഡി. സതീശൻ തനിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ നാവരിയുന്നു. കേന്ദ്രത്തിന്റെ നിയമത്തിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്നുള്ള സംഘപരിവാറിന്റെ താല്പര്യം നിയമത്തിലില്ലാതെ വി.ഡി. സതീശൻ എങ്ങനെ പ്രകടിപ്പിച്ചു? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഇത് നിയമത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനെ. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട MDMA-യുമായി ബന്ധപ്പെട്ട പ്രതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സോഷ്യൽ മീഡിയ മെറ്റയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അർത്ഥസത്യമല്ല, അസത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. വസ്തുതാവിരുദ്ധമായ വാദങ്ങളാണ് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ട്രൂത്തോമീറ്റർ ഇനി മുന്നോട്ട് പോവില്ല, അത് പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.